നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. 28 തദ്ദേശ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡ് ഉൾപ്പെടെ 4 തദ്ദേശ സ്ഥാപനങ്ങളുടെ 4 വാർഡുകളിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. LDFനും UDFനുമൊപ്പം NDAയും വാശിയേറിയ പ്രചാരണമാണ് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ആകെ 87 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. അതിൽ 52 പേർ സ്ത്രീകളാണ്. വോട്ടെടുപ്പിന് 77 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. റിമാൻഡിലായ PC ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകും. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതിയിൽ നൽകാനാണ് സാധ്യത. അതേസമയം മെഡിക്കൽ കോളേജ് കാർഡിയോളജിയിലെ ICUവിൽ പ്രവേശിപ്പിച്ച PC ജോർജിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. PCയെ മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. ഇന്നലെ കീഴടങ്ങിയ PC ജോർജിന് 6 മണിവരെ കസ്റ്റഡിയിൽ വിട്ടതിനു ശേഷം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ 6:10 ഭൂചലനം ഉണ്ടായത്. ഒഡീഷയിലെ പുരിക്ക് സമീപമാണ് ഭൂചലനം ഉണ്ടായതെന്ന് IMD ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ 91 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്നും റിപ്പോർട്ടുണ്ട്. ഭൂകമ്പം കൊൽക്കത്ത നിവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ആശുപത്രിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച പ്രതി അഫാൻ. മരുന്ന് കുത്തിയ കാനുല ഊരിക്കളഞ്ഞു. തലസ്ഥാനത്തെ അരുംകൊലയ്ക്ക് പിന്നാലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാൻ അസ്വസ്ഥത കാണിക്കുന്നുണ്ടെന്നും ചികിത്സയോട് സഹകരിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ. മരുന്ന് കുത്തിയ കാനുല ഊരിക്കളഞ്ഞു. എലിവിഷം കഴിച്ച് എന്ന മൊഴിയുള്ളതിനാൽ ജാഗ്രത തുടരുകയാണ്. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും നിരീക്ഷണം തുടരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. റൂറൽ SPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതി ലഹരി ഉപയോഗം നടത്തിയതായി ഇതുവരെ തെളിഞ്ഞിട്ടില്ലെന്നും രക്തപരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ, അച്ഛന്റെ അമ്മ സൽമ ബിവി, അച്ഛന്റെ സഹോദരൻ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ, അഫ്നാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് ഇന്ന്. കരുത്ത് കാട്ടാൻ അൻവർ. LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 20 അംഗ ഭരണസമിതിയിൽ 10 അംഗങ്ങൾ വീതമാണ് ഇപ്പോൾ LDF UDF അംഗബലം. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ UDF വിജയിച്ചതോടെയാണ് അംഗബലം തുല്യമായത്. ഇടതുമുന്നണിയിലെ ഒരംഗം PV അൻവറിന്റെ ഇടപെടലിനെ തുടർന്ന് UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇടതുമുന്നണിക്ക് ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം നഷ്ടമാകും. പഞ്ചായത്ത് ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങൾ CPM അവസാന സമയത്തും നടത്തുന്നുണ്ട്. വയനാട് പനമരത്തിന് പിന്നാലെ ചുങ്കത്തറ പഞ്ചായത്ത് കൂടി ഇടതുമുന്നണിയിൽ നിന്ന് UDFിലേക്ക് എത്തിക്കാനായാൽ നിലമ്പൂരിൽ ശക്തി തെളിയിക്കാൻ സാധിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ.